എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 30 ശ്ലോകം 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 11 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഇത് മുതൽ 4 ശ്ലോകങ്ങൾ കൊണ്ട് അനുകരിച്ച രീതി വിസ്തരിക്കണം. പിന്നെ 4 ശ്ലോകങ്ങൾ കൊണ്ട് അവരെങ്ങനെയൊക്കെയാണ് അഭിനയിച്ചത് എന്ന് ആ തന്മയത്വം വിസ്തരിച്ച് പറയണം. അവരാ കഥാപാത്രങ്ങളായിട്ട് അങ്ങോട്ട് മാറിയിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് ഭഗവാന്റെ കഥകള്. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. കസ്യാശ്ചിൽ പൂതനായന്ത്യാ കൃഷ്ണായന്ത്യഭിബലസ്തനം തോകായിത്വാരുദത്യന്യാ പദാകൻശകടായതിം. ഒരു ഗോപി പൂതന ഗോകുലത്തിൽ വന്നതുപോലെ അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ ആ ഉണ്ണിയായി കിടക്കുന്ന കണ്ണനെ പോലെ കിടക്കുന്ന മറ്റൊരുത്തി ആ പൂതനയുടെ മുല പിടിച്ച് കുട്ടിച്ച് അവളെ കൊന്നതായിട്ട് അഭിനയിച്ചു. വേറൊരുത്തി ഒരു കുട്ടിയെ പോലെ കൈകാലൊക്കെ കുടഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടന്നു. മറ്റൊരു ഗോപി ആ ശകടാസുരൻ എന്ന പോലെ വന്നു. അപ്പൊ കാൽ കൊണ്ട് ചവിട്ടി അവനെ പൊടി ഭസ്മമാക്കിയതായിട്ട് അഭിനയിച്ചു. അവരതൊന്നും അറിയില്ല. അവര് തന്മയത്വത്തോടു കൂടിയിട്ട് അങ്ങനെ അഭിനയിക്കുകയാണ്. ദൈത്യായിത്വാജഹാരാന്യം ഏകാ കൃഷ്ണാർഭഭാവനാം രിംഗയാമാസ കാപ്യംഘ്രി കർഷന്തി ഘോഷനിസ്വനൈഹി. ഒരു ഗോപി ആ തൃണാവർത്തന്റെ അസുരവേഷം ധരിച്ചിട്ട് ആ കുഞ്ഞു ഉണ്ണികൃഷ്ണനെ വേഷം ധരിച്ച മറ്റൊരുത്തിയെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടി. വേറൊരു ഗോപി കാലിൽ കെട്ടി ചിലങ്കകൾ ഇങ്ങനെ ശബ്ദിപ്പിച്ചുകൊണ്ട് 2 കൈകളും മുട്ടുകളും നിലത്ത് കുത്തി വലിച്ചുകൊണ്ട് നടന്നു. കുഞ്ഞു ഉണ്ണിയെ പോലെ അങ്ങനെ മുട്ടുകുത്തി നടക്കുക ആ ഗോപസ്ത്രീ. കൃഷ്ണരാമായി തേ ദ്വേതു ഗോപായന്ത്യശ്ച കാശ്ചന വത്സായന്തീം ഖന്തി ചാന്യ തത്രൈകാതു ബഗായതിം. 2 ഗോപികള് ശ്രീകൃഷ്ണനും ബലരാമനും ആണെന്ന് ഭാവിച്ച് വേറെ ചില ഗോപികള് ഗോപന്മാരാണെന്നും ഭാവിച്ചു. വേറെ ചിലര് പശുക്കുട്ടികളായിട്ട് അഭിനയിച്ചു. ആ വത്സാസുര വേഷം ധരിച്ച് പശുക്കുട്ടികളുടെ സംഘത്തിൽ പ്രവേശിച്ച ആ ഒരു ഗോപസ്ത്രീയെ കൃഷ്ണനെ പോലെ കണക്കാക്കി അന്യസ്ത്രീ മറ്റേ ഗോപസ്ത്രീ അങ്ങോട്ട് കൃഷ്ണനാണെന്ന് വിചാരിച്ചിട്ട് താനാണ് കൃഷ്ണൻ, ആ വത്സാസുരനെ കൊല്ലുകയാണെന്നുള്ള ഭാവത്തില് അങ്ങനെ കൊല്ലുകയാണ്, ഹനിച്ചതായിട്ട് അഭിനയിക്കണം. ബകാസുര വേഷം ധരിച്ച ആ മറ്റേ ഗോപസ്ത്രീയെ കൃഷ്ണവേഷം ധരിച്ച് മറ്റേ ഗോപസ്ത്രീ വധിച്ചു. ആഹൂയ ദൂരഗായദ്വൽ കൃഷ്ണസ്തമനുവർത്തതീം വേണും കുണന്തീം ക്രീഡന്തീം അന്യാ ശംസന്തി സാധ്വിതി. ഒരു ഗോപസ്ത്രീ കൃഷ്ണനായി, മറ്റു ചിലര് ഗോപകുമാരന്മാരായി, മറ്റു ഗോപസ്ത്രീകള് പശുക്കുട്ടികളായി. ആ പശുക്കുട്ടി വേഷം ധരിച്ചവര് രാമകൃഷ്ണന്മാരെ വിട്ട് ദൂരെ സഞ്ചരിച്ചു. അപ്പോ വേണുനാഥം കൊണ്ട് ഭഗവാൻ പശുക്കുട്ടി വേഷം ധരിച്ച് ദൂരെ സഞ്ചരിക്കുന്നവരെ അരികത്ത് വരുത്തി എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കളിച്ചു. ആ കളി കണ്ടു നിൽക്കുന്ന മറ്റു ചിലര് ഹായ് നന്നായി നന്നായി ഇങ്ങനെ സ്തുതിച്ചു പറഞ്ഞു. ഇതെല്ലാവരും അങ്ങോട്ട് അഭിനയിക്കുകയാണ് തന്മയത്വത്തോടെ. കസ്യാം ചിൽ സ്വഭുജം ന്യസ്യ ചലന്ത്യാഹാപരാനനു കൃഷ്ണോഹം പശ്യതഗതിം ലളിതാം ഇതി തന്മനാഹ. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കൈകോർത്ത് പിടിച്ചിട്ട്, എടോ സഖികളെ, ഞാൻ കൃഷ്ണൻ, എന്റെ മനോഹരമായ ഈ ഗതിവിലാസം നോക്കൂ എന്ന് ശ്രീകൃഷ്ണനിൽ വയ്ക്കപ്പെട്ട മനസ്സോട് കൂടിയവളായിട്ട് നോക്കി നിൽക്കുന്നവരോട് പറഞ്ഞു. ഞാനാട്ടോ കൃഷ്ണൻ, എന്നെ നോക്കൂ, നിങ്ങളെല്ലാവരും എന്നെ നോക്കൂ, ഞാൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവര് പരസ്പരം അവരൊന്നും അറിയണേയില്ല, അതിലങ്ങോട്ട് മുഴുകി അഭിനയിക്കുകയാണ്. മാഭൈഷ്ട വാദവർഷാഭ്യാം തൽത്രാണം വിഹിതം മയാ ഇത്യുക്തേ ഏകേന ഹസ്തേന യദന്ത്യുനിദധേംബരം
ആ കൃഷ്ണൻ എന്ന് അഭിമാനിച്ചിരിക്കുന്ന മറ്റൊരു ഗോപി മറ്റേ ഗോപസ്ത്രീകളോട് പറയണു, കാറ്റും മഴയും വരണു എന്നുള്ള ഭയമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവണ്ട കേട്ടോ, നിങ്ങൾ ആരും പേടിക്കണ്ട, അതിൽ നിന്ന് ഞാൻ ഇതാ നിങ്ങളെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ആ ഗോവർദ്ധനത്തെ പുഴക്കി പിടിക്കാനുള്ള പ്രയത്നം അഭിനയിച്ചുകൊണ്ട് ആ ഗോപസ്ത്രീയുടെ ഉത്തരീയ വസ്ത്രം ചുരുട്ടി ഒരു കൈ കൊണ്ട് പൊക്കി പിടിച്ചു. അങ്ങനെ ആ ഗോപികള് സഞ്ചരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് എത്തിയപ്പോ ശരിക്ക് കാറ്റും മഴയും അങ്ങോട്ട് തുടങ്ങി എന്നും കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആരുഹ്യൈകാവദാക്രമ്യ ശിരസ്യാഹാപരാം നൃപ ദുഷ്ടാഹേ ഗച്ഛ ജാതോഹം ഖലാനാം നനു ദണ്ഡധൃക്ക്. ആ കൃഷ്ണഭാവനയായിട്ടുള്ള ഒരു ഗോപസ്ത്രീ കാളിയനായിട്ട് അഭിനയിച്ചുകൊണ്ട് വേറൊരു സ്ത്രീ അങ്ങനെ ആ കാളിയന്റെ ശിരസിൽ ചവിട്ടി നിന്നുകൊണ്ട്, ഹേ ദുഷ്ടസർപ്പമേ, ഈ ഹ്രദത്തിൽ നിന്ന് ഇപ്പോൾ നീ ദൂരെ പോകണം, അല്ലെങ്കിൽ പരോപദ്രവകാരികളായിരിക്കുന്ന ദുർജനങ്ങളെ ശാസിക്കാൻ അവതരിച്ച ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന് പറയണം. എല്ലാം അഭിനയിക്കന്നെ. തത്രൈകോവാച ഹേ ഗോപ ദാവാഗ്നിം പശ്യതോൽബണം ചക്ഷുംശ്യാശ്വവിദധ്വം വോ വിധാസ്യേ ക്ഷേമമഞ്ജസ. ആ കാളിയമർദ്ദന ക്രീഡ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു ദിക്കിലതാ കാട്ടുതീ പിടിപെട്ടതായി കണ്ട ഉടനെ ഒരു ഗോപസ്ത്രീ മറ്റേ ഗോപസ്ത്രീയോട് പറയാണ്, ഹേ ഗോപന്മാരെ, കൺമിഴിച്ചു നോക്കാൻ കഴിയാത്ത വിധം അത്ര ഘോരമായിരിക്കുന്ന കാട്ടുതീ നോക്കുവിൻ, നിങ്ങളെല്ലാവരും വേഗം കണ്ണടച്ചോളൂ, യാതൊരു പ്രയാസവും കൂടാതെ ഞാൻ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു എല്ലാവരോടും കണ്ണടച്ച് നിൽക്കാൻ പറയും. ഭഗവാൻ കളിച്ച കളികളൊക്കെ അവര് വളരെ തന്മയത്വത്തോടെ അഭിനയിക്കണം. ഭഗവാൻ അങ്ങോട്ടും ആയി മാറി എല്ലാവരും. ധാന്യയാസ്രജാ കാജിൽ തന്വേ തത്ര ഉലൂഖലേ ഭീതാസു തൃക്പിധായാസ്യം ഭേജേ ഭീതി വിടംബനം. അവരുടെ കൂട്ടത്തില് മൃദുഗാത്രിയായ ഒരു ഗോപസ്ത്രീ, വളരെ മെലിഞ്ഞ ഒരു ഗോപസ്ത്രീ കൃഷ്ണനായി, മുതിർന്ന മറ്റൊരു ഗോപസ്ത്രീ യശോദയായി, വേറൊരു ഗോപസ്ത്രീ ഉരലാണെന്ന് ഭാവിച്ചു. ആ യശോദയായ സ്ത്രീ കൃഷ്ണനായി അഭിനയിച്ച ആ ഉരലെന്ന് അഭിമാനിച്ച അവളുടെ ദേഹത്തോട് യോജിപ്പിച്ച് കയ്യിലുള്ള പൂമാല കൊണ്ട് പിടിച്ചു കെട്ടി. കൃഷ്ണനായ ആ ഗോപസ്ത്രീ കൈകൾ കൊണ്ട് മുഖം പൊത്തിയും മനോഹരമായ കണ്ണുകൾ ഇങ്ങനെ അങ്ങും ഇങ്ങും ചലിപ്പിച്ചിട്ടും കരഞ്ഞുകൊണ്ട് ഭീതി അഭിനയിച്ചു നിന്നു ആ കൃഷ്ണന്റെ വേഷം കെട്ടിയ ആ ഗോപസ്ത്രീ. ഏവം കൃഷ്ണം പൃച്ഛമാന വൃന്ദാവനലതാസ്തരൂൻ വ്യചക്ഷതവനോദ്ദേശേ പദാനി പരമാത്മന. അങ്ങനെ മുകളിൽ പറഞ്ഞ വിധം അങ്ങനെ ഈ ഗോപസ്ത്രീകള് അതാത് ലീലകള് അനുകരിക്കുന്നവരും വൃന്ദാവനത്തിലെ വള്ളികളോടും മരങ്ങളോടും ശ്രീകൃഷ്ണനെ കണ്ടോ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നവരുമായ ഗോപികള് ആ പരമാത്മസ്വരൂപനായ ശ്രീകൃഷ്ണന്റെ കാലടികള് വനപ്രദേശത്തിൽ സ്പഷ്ടമായിട്ട് കണ്ടു. അവരിങ്ങനെ ചോദിച്ചോണ്ട് നടക്കുമ്പോ കണ്ടു ഭഗവാന്റെ കാലടികൾ. ശരിയും മുനികൾ കൂടി വേദത്തിൽ പരമാത്മപദങ്ങളെ ശബ്ദരൂപങ്ങളായിട്ട് കേട്ടറിയുന്നതല്ലാതെ സ്പഷ്ടമായിട്ട് കണ്ടവരല്ല അവർക്കും കൂടി ആ ഭാഗ്യം കിട്ടിയിട്ടില്ല, മുനിമാർക്ക് കൂടി. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ ആ പദങ്ങൾ ഗോപികൾ സഞ്ചരിക്കുന്ന കാട്ടുപ്രദേശങ്ങളിൽ കൂടി അതിസ്പഷ്ടങ്ങളായി പ്രകാശിക്കുന്നത് കൊണ്ട് ഈ വൃന്ദാവന സ്ഥലം മുനിമാരുടെ ഹൃദയ കമലങ്ങളെക്കാൾ അതിനിർമ്മലമാണ് ശ്രീ ശുഖബ്രഹ്മർഷി പറയണത്. അതുകൊണ്ട് ഈ ഗോപസ്ത്രീകൾക്ക് മുനിമാരെക്കാൾ ഉയർന്ന പദവി ഉണ്ട് എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി. പദാനി വ്യക്തമേതാനി നന്ദസൂനോർമഹാത്മന ലക്ഷന്തേഹി ധ്വജാം ഭോജവജ്രാങ്കുശയവാദിഭി. ആ കാലടികൾ കണ്ടിട്ട് ഗോപികൾ ഇങ്ങനെ പരസ്പരം പറയണു, ഈ കാണുന്ന കാലടികള് നമ്മുടെ മനോരഥങ്ങളെ സർവവും സാധിപ്പിക്കുന്ന ഉദാര സ്വഭാവമുള്ള നന്ദകുമാരന്റെ കാലടികൾ തന്നെ, അതിലൊരു സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ പാദന്യാസത്തിലെ ധ്വജം, താമര, വജ്രം, അങ്കുശം, യവം എന്നീ രേഖകളുണ്ട്. ആ അടയാളങ്ങൾ കാണുന്നില്ലേ? നോക്കൂ. ഈ രേഖകൾ പുരുഷോത്തമനായ ബാലഗോപാലന്റെ പാദങ്ങളിൽ മാത്രമല്ലാതെ മറ്റാരുടെ പാദങ്ങളിലും ഇല്ല. ശ്രീകൃഷ്ണ ഭഗവാനെ പരബ്രഹ്മം തന്നെയാ. സാധാരണ അവതാരങ്ങളിൽ മഹാരേഖകൾ 4 or 5 മാത്രമേ കാണപ്പെടുള്ളൂ. ശ്രീകൃഷ്ണനിലാവട്ടെ 19 രേഖകള് പൂർണ്ണമായി കാണപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണപാദങ്ങൾ 14 വിരൽ നീളവും 6 വിരൽ വീതിയുമുള്ളവയാണ്. വലത്തെ കാലിലെ 8,
ഇടത്തേതിലെ 7, രണ്ടു കാലിലും സാമാന്യമായിട്ട് 1, ഇങ്ങനെ 16 രേഖകള് പാദങ്ങളിലുണ്ട്. ഈ 16 രേഖകളുടെ നാമധേയങ്ങളാണ് ഇതൊക്കെയാണ്. വലത്തെ കാലിന്റെ മധ്യത്തിലെ ധ്വജരേഖ, അങ്കുലിയുടെ താഴത്ത് താമര, വലത്തെ കാലിന്റെ വലത്തു ഭാഗത്തിൽ വജ്രം, അതിന്റെ മുൻഭാഗത്തിലെ അങ്കുശം, അങ്കുഷ്ഠമൂലത്തിൽ യവം, അതിന്റെ താഴത്ത് സ്വസ്തികം, അതിനു മുകളിൽ അഷ്ടകോണം, ഇടത്തെ കാലിൽ 4 വിരൽക്ക് താഴെ ഇന്ദ്രധനുസ്, മധ്യത്തിൽ ത്രികോണം, അതിനരികെ അമൃത കലശം, ത്രികോണരേഖയുടെ താഴെ അർദ്ധചന്ദ്രരേഖ, എല്ലാറ്റിനും മുകളിൽ ബിന്ദുദ്വയം, അതായത് 2 വിസർഗം പോലെ 2 ചെറു പുള്ളികള്. എല്ലാ രേഖകളുടെയും താഴെ മത്സ്യരേഖ, ഇന്ദ്രധനുസിന്റെ താഴെ ഗോഷ്പദരേഖ, ഞാവൽപ്പഴം പോലെ നിറവും ആകൃതിയുമുള്ളതിനാൽ ജംബുരേഖ എന്ന 16ാമത്തെ വര 2 കാലിലും ഒരുപോലെ ഉണ്ട്. അങ്ങനെ 16 രേഖകളാണ് ശ്രീകൃഷ്ണ പാദങ്ങളിലുള്ളതെന്ന് പറയുന്നു. വേറെ ചില ഗ്രന്ഥങ്ങളില് ദക്ഷിണപാദാങ്കുഷ്ടമൂലത്തില് ചക്രം, അതിന് താഴെ ഛത്രം എന്ന് കൂടി ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോ വലത്തെ കാലില് 11 രേഖകൾ ഉണ്ടാവും. വാമപാദ അങ്കുഷ്ടമൂലത്തിലെ ശംഖ രേഖയും ഉണ്ട്. ഇങ്ങനെ 19 രേഖകള് പാദങ്ങളിൽ ഉണ്ടെന്ന് കാണുന്നു. അങ്ങനെ ആ ഗോപസ്ത്രീകള് ആ ഭഗവാന്റെ ആ പാദങ്ങൾ കണ്ടപ്പോ മനസ്സിലായി, ഇത് നമ്മുടെ കൃഷ്ണന്റെ പാദങ്ങൾ തന്നെ. അവർക്ക് വളരെ സന്തോഷമായി. അടുത്ത് തന്നെ ഇവിടെ ഉണ്ടെന്നുള്ളത് ഉറപ്പായല്ലോ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.